100 വർഷമായി വഹാബി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നു. എന്ത് നേട്ടം അവരുണ്ടാക്കി എന്ന് ആലോചിച്ചു നോക്കുക. മങ്കൂസ് മൗലൂദ് ഇവിടെ നിന്നുപോയോ? കുത്തുബിയ്യത്ത് ഇല്ലാതെയായോ? ദിക്ർ ഹൽക്കകളും ആണ്ട് നേർച്ചകളും ഇല്ലാതെയായോ? ആദ്യകാലത്തൊക്കെ വയലിന്റെ ആമുഖത്തിൽ മാത്രം ചൊല്ലിയിരുന്ന വെറുതെ ഓരോ ചെറുപ്പക്കാരനും ഇന്ന് കാണാതെ അറിയാം. മന്ത്രിച്ചൂതൽ ഇല്ലാതായി പോയോ? മന്ത്രിച്ചൂതാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങന്മാർക്ക് നടുവൊന്ന് നിവർത്താൻ പറ്റാത്ത വിധം നീണ്ട വരികൾ അവരുടെ മുമ്പിലുണ്ട്. ഏത് സംസ്കാരത്തെയാണ് അവർക്ക് മാറ്റാൻ പറ്റിയത്? കേരളത്തിൽ പെണ്ണുങ്ങൾ വ്യാപകമായി പള്ളിയിലേക്ക് ഇറങ്ങിയോ? അവരുടെ പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ മാത്രം ഒരു വാശിക്ക് ഇങ്ങനെ പള്ളിയിലേക്കൊക്കെ പോകുന്നതല്ലാതെ 100% വഹാബികൾ മാത്രമുള്ള വല്ല മഹലിലും പോവുക. അവിടുത്തെ പള്ളിയിൽ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങൾ സജീവമാണ്. ഒറ്റ വക്തിൽ കാണൂല. ഏതെങ്കിലും പള്ളികളിൽ അവര് നിർമ്മിച്ച് അവര് തന്നെ സംഘടിപ്പിക്കുന്ന പള്ളിയിലല്ലാതെ എവിടെയെങ്കിലും ഖുത്ബയുടെ ഭാഷ മലയാളത്തിലേക്ക് വന്നോ? ഒന്നും സംഭവിച്ചില്ല. മുഅ്മിനീങ്ങളുടെ തലയിക്കെട്ട് ഒഴിവാക്കാൻ പറ്റിയോ? അവര് പോലും തലയിക്കെട്ടിലേക്ക് എത്തുന്നു. ആയത്തും ഹദീസും നോക്കിയിട്ട് ഫത്വ കൊടുക്കണം എന്ന് പറഞ്ഞ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്തഖിൽ മുജ്തഹിദുള്ളത് കേരളത്തിലാണെന്ന് അഭിമാനം പറഞ്ഞിരുന്നവർ, പുസ്തകം ഇറക്കിയിരുന്നവർ ആയത്തും ഹദീസും നോക്കാതെ ഇമാം നവവി ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഫത്വ കൊടുക്കാൻ തുടങ്ങി. ആർക്കാ മാറ്റം വന്നത്? 100 വർഷം അവർ ചെലവഴിച്ച പേജുകളും സ്റ്റേജുകളും ഊർജവും സമ്പത്തും ഒരു ചെറിയ പുരോഗതി പോലും നൽകാതെ നശിച്ചുപോയി എന്നല്ലേ ഇതിന്റെ അർത്ഥം?